പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കാനഡയിൽ ഇന്ത്യൻ വിദ്യാർത്ഥി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കാൽഗറി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതായത് തന്യ ത്യാഗിയാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. വാൻകൂവറിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലാണ് ഈ ഒരു കാര്യം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ വിജയ് പാർക്ക് സ്വദേശിയാണ് താന്യ എന്നാണ് പുറത്തുവരുന്ന വിവരം. താനിയുടെ മരണത്തിൽ അനുശോചിക്കുന്നതായിട്ടും കുടുംബത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നതായിട്ടും കോൺസുലേറ്റ് കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അധികൃതരുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും കുറിപ്പിൽ കോൺസുലേറ്റ് വ്യക്തമാക്കുന്നു. താന്യയുടെ മരണകാരണം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രസ്താവനയിലൂടെ കാനഡ ഇതുവരെ അറിയിച്ചിട്ടില്ല എന്നാണ് ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിക്കുന്നത്. എന്നാൽ ഹൃദയാഘാതം മൂലമാണ് താന്യ മരിച്ചതെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ ടാഗ് ചെയ്തുകൊണ്ട് ഒരു എക്സ് പ്ലാറ്റ്ഫോമിൽ നിന്ന് കാനഡയിൽ നിന്നൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. താന്യയുടെ മൃതദേഹം വിട്ടുകിട്ടാൻ കുടുംബം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ എക്സ് പോസ്റ്റിന്റെ ആധികാരികതയും ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അതേസമയം കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ കാനഡയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കുറഞ്ഞത് 3 കൊലപാതകങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നത് ഈ ഒരു കേസിനെ വളരെയധികം ശക്തമാക്കുന്നുണ്ട്. 2025 ഏപ്രിലിലാണ് 21-കാരിയായിട്ടുള്ള വൻഷിക സൈനിയെ 4 ദിവസത്തേക്ക് കാണാതാകുന്നത്. ഇതിനുശേഷം ഒട്ടാവയിലെ ഒരു ബീച്ചിന് സമീപം ഈ യുവതി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഒട്ടാവയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അവരുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. പ്രാദേശിക പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്നാണ് അന്ന് വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ ഏപ്രിൽ 25-ന് വാടകയ്ക്കെടുത്ത ഒരു വീട് കാണാൻ പോയ ശേഷം സൈനി അപ്രതീക്ഷിതമായിട്ട് പോകുകയായിരുന്നു. അതായത് സൈനിയെ കാണാതാകുകയായിരുന്നു എന്നും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന റിപ്പോർട്ടുണ്ട്. ആ രാത്രിയിൽ അവളുടെ ഫോൺ ഓഫ്ലൈനായി. അടുത്ത ദിവസം അവൾക്കൊരു പ്രധാനപ്പെട്ട പരീക്ഷ ഉണ്ടായിരുന്നു. അത് എഴുതാൻ അവൾ എത്തിയിരുന്നില്ല. അത് അവളുടെ സ്വഭാവത്തിന് അനുയോജ്യമല്ല. കാരണം അങ്ങനെ ഒരു പരീക്ഷ സ്കിപ്പ് ചെയ്യുന്ന ആളൊന്നുമല്ലായിരുന്നു ഈ കുട്ടി. അതുകൊണ്ട് തന്നെയാണ് ഇവർ മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. പിന്നീട് അവരുടെ മരണ വാർത്തയാണ് തേടിയെത്തിയത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പും സമാന രീതിയിൽ മറ്റൊരു റിപ്പോർട്ട് കൂടെ പുറത്തു വന്നിരുന്നു. ഹാമിൽട്ടണിലെ മൊഹാക്ക് കോളേജിലെ വിദ്യാർത്ഥിയായിട്ടുള്ള 21-കാരിയുടെ മരണമായിരുന്നു അത്. അതായത് ഹൽസി മൃത് രന്ധാവ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കവേ അവിടെ നിന്ന് വഴിതെറ്റി അവർക്കൊരു വെടിയേറ്റു. അതിൻ്റെ ഭാഗമായിട്ട് വെടിയുണ്ടയേറ്റ് കൊല്ലപ്പെട്ടു എന്നായിരുന്നു ആ ഒരു സംഭവം. ബിസിനസ് ടുഡേ നൽകിയിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ഇവർ വാഹനത്തിനിടയിൽ കുടുങ്ങിക്കിടന്നതാണ് എന്നാണ് പോലീസ് പിന്നീട് സ്ഥിരീകരിച്ചത്. വാഹനങ്ങൾ കാത്തു നിൽക്കവേ പെട്ടെന്ന് അവർക്ക് മറ്റൊരു ആക്രമണത്തിന്റെ ഭാഗമായിട്ട് വെടിയേൽക്കുകയായിരുന്നു. അവർ അബദ്ധത്തിൽ മരണപ്പെട്ടതാണ് എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ട് പുറത്തു വന്നത്. അതുപോലെ തന്നെ ഏപ്രിൽ 4-ന് വർക്ക് പെർമിറ്റിൽ ഗുജറാത്ത് സ്വദേശിയായിട്ടുള്ള 27 വയസ്സുള്ള ധർമ്മേഷ് കതീരിയ എന്ന് പറയുന്ന ഒരാളെയും ഇത്തരത്തിൽ മരണപ്പെട്ടതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളെ കുത്തിക്കൊലപ്പെടുത്തിയതാണ് എന്നാണ് റിപ്പോർട്ട്. അയൽക്കാരനായാണ് ഇയാളെ കുത്തിക്കൊലപ്പെടുത്തിയത് എന്നാണ് വിവരം. ആക്രമണത്തിന് മുമ്പ് ആരോപിക്കപ്പെടുന്ന ആക്രമി വംശീയ അധിക്ഷേപം ഉപയോഗിച്ചു എന്നായിരുന്നു ആ ഒരു സംഭവത്തിൽ വലിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. കാനഡയിൽ ഇന്ത്യൻ വിദ്യാർത്ഥിനി ദുരൂഹ സാഹചര്യത്തിൽ ഇപ്പോൾ മരിച്ചു എന്നുള്ള റിപ്പോർട്ട് കൂടെ പുറത്തു വരുമ്പോൾ ഇത്തരത്തിൽ ഇന്ത്യക്കാരോട് കാണിക്കുന്ന എന്തെങ്കിലും പ്രശ്നമാണോ എന്ന തരത്തിലുള്ള നിരവധി സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കാനഡയിൽ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി കൂടെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ തന്നെ ഇപ്പോൾ വ്യാഴാഴ്ച ഈ കാര്യം അറിയിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. എന്താണ് മരണകാരണം എന്നത് ഒരു ഔദ്യോഗിക റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതേസമയം ഇവരുടെ മൃതദേഹം വിട്ടുകിട്ടാനുള്ള എല്ലാ നടപടികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ഈ ഒരു വിഷയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എല്ലാ നടപടികളും കൈക്കൊണ്ടിരിക്കുകയാണ് എന്നതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന റിപ്പോർട്ട്. എന്തായാലും വെറും 3 മാസത്തിനിടെ ഏകദേശം 4 മരണങ്ങൾ 4 ഇന്ത്യൻ ആളുകളാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും കാനഡയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു വാർത്ത വളരെ ഞെട്ടലോടെയാണ് എല്ലാവരും ഏറ്റെടുക്കുന്നത്.